ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്ന ഓണം എല്ലാവരും ആഘോഷിച്ചില്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ പച്ചക്കറികൾ കഴിക്കാൻ മടി കാണിക്കുന്ന കുട്ടികൾക്കുള്ള ട്രിക്കും കൂടിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വെജിറ്റബിൾ ബിരിയാണിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടന്നാലോ? വെജിറ്റബിൾ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾ 10 ബീൻസ്, ഒരു ക്യാരറ്റ്, ഒരു ചെറിയ സൈസ് സബോള, ഒരു ചെറിയ സൈസ് ഉരുളൻകിഴങ്ങ്. ഇനി നമുക്ക് എക്സ്ട്രാ കോളിഫ്ലവർ, ഗ്രീൻ പീസ്, സോയാ ചങ്ക്സ്, പനീർ ഇതൊക്കെ നമുക്ക് ഇതിൽ ഇടാവുന്നതാണ്. വെജിറ്റബിൾ വാഷ് ചെയ്ത ശേഷം ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. ജീരകശാല അരി 1/2 കപ്പാണ് ഞാൻ ബിരിയാണിയിലേക്ക് എടുക്കുന്നത്. അരി നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം കുതിരാൻ വെക്കണം. ഞാൻ അരി നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. കുതിരാനുള്ള വെള്ളം ഒരു ബൗളിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് അരി കുതിരാൻ വെക്കുക. വെജിറ്റബിൾസ് എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എക്സ്ട്രാ മല്ലിയിലയും കൂടി അതിൽ വന്നിട്ടുണ്ട്. മല്ലിയിലയുടെ സ്മെല്ല് ഇഷ്ടമുള്ളവരാണെങ്കിൽ മല്ലിയിലയും നമുക്കിതിൽ ആഡ് ചെയ്യാവുന്നതാണ്. 15 മിനിറ്റിന് ശേഷം അരിയിലത്തെ വെള്ളം പോകാനായിട്ട് ഞാൻ അരിപ്പയിലേക്ക് അരിയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. കുക്കർ എടുക്കുക, ഫ്ലെയിം ഓൺ ചെയ്യുക. ഫ്ലെയിം സ്ലോവിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഞാനൊരു 1.5 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ സ്പൂണാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഞാൻ 3 പട്ട, 3 ഗ്രാമ്പൂ, 3 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ കുറച്ച് വെച്ചിട്ടും ഇങ്ങനൊരു ചൂട് വന്നു. അപ്പോൾ ശ്രദ്ധിക്കുക. അതിലേക്ക് പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം സബോള ഇട്ട് കൊടുത്തു. ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം ജസ്റ്റ് ഒന്ന് ഇളക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബോളയെ ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. 1.5 കപ്പ് വെള്ളമാണ് ഞാൻ 1/2 കപ്പ് അരിയിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഉപ്പുണ്ടോ ഒന്ന് നോക്കുക. ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ്. അരി ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം. ഹൈ ഫ്ലെയിമിലേക്ക് വെക്കാൻ ശ്രദ്ധിക്കുക. ഒരൊറ്റ വിസിലിൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വിസിൽ വന്നിട്ടുണ്ട് ഇവിടെ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കി. നമ്മുടെ അരിയുടെ വേവ് കറക്റ്റാണ്. അതുപോലെ പച്ചക്കറികളും കറക്റ്റായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയില ബിരിയാണിയുടെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പാണ് സെർവ് ചെയ്യാന്നുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ നമുക്ക് ബിരിയാണി സെർവ് ചെയ്യാം. ഈ സ്വാദിഷ്ടമായിട്ടുള്ള ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണാം. ബൈ ബൈ. ഹാവ് എ നൈസ് ഡേ.